കാണാനല്ല, കേൾക്കാൻ മാത്രമായിട്ടുള്ള വീഡിയോ ആണ് ഇപ്രാവശ്യവും ഉള്ളത്. നമസ്കാരം. ഒരു മനുഷ്യന് മറ്റൊരാളോട് ഏറ്റവും അസൂയ തോന്നുന്നത് എന്ത് കാണുമ്പോഴായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അയാളുടെ പൈസ, വലിയ വാഹനങ്ങൾ, ഒരാളുടെ കയ്യിലുള്ള സ്വർണം, അവരുടെ സൗന്ദര്യം, വലിയ വീട്, എന്തായിരിക്കും? മേൽപ്പറഞ്ഞതെല്ലാം ആർക്കായാലും ഒരു അസൂയ ഉളവാക്കുന്ന ഒരു കാര്യങ്ങളാണ്. എന്താലേ എന്നൊരു ഭാവാദിയും എല്ലാവരിലും ഉണ്ടാക്കും. എന്നാലും മനുഷ്യർ ഏറ്റവും അധികം അസ്വസ്ഥരാകുന്നത്, വിറളി പിടിക്കുന്നത്, ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് മറ്റുള്ളവർക്കുള്ള സ്വാതന്ത്ര്യം കാണുമ്പോഴാണ്. സ്വന്തം കാര്യങ്ങളിൽ സ്വയം തീരുമാനമെടുക്കുന്ന ആ ഏർപ്പാടുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യം, അത് സമൂഹത്തിന് താങ്ങാൻ കഴിയില്ല. നാട്ടുനടപ്പും ആചാരങ്ങളും തെറ്റിക്കുമ്പോൾ ഒരുവൻ താന്തോന്നിയാകും, തോന്നിയാസം കാണിക്കുന്നവനാകും. അവന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അവകാശം നിഷ്കരണം തട്ടിക്കളയുന്നവനാകും. നാരായണീന്റെ മൂന്നാൺമക്കൾ എന്ന സിനിമ കാണാനിരിക്കുന്നതിന് മുമ്പേ തന്നെ അതിൽ കാണിക്കുന്ന വിവാഹം വിലക്കപ്പെട്ട കസിൻസിന്റെ ഇടയിലുള്ള ശാരീരികമായ അടുപ്പത്തെക്കുറിച്ച് വായിച്ചിരുന്നു. സ്വാഭാവികമായും അതെന്നെ അസ്വസ്ഥയാക്കുകയും ചെയ്തു. ഞാനത് കാണാനിരിക്കുമ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികളാരും വീട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് തുടങ്ങിയത്. കാരണം എന്താണ് കാണിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് കാണിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവമേ ഇനി എന്താവും സംഭവിക്കുക, എന്താണ് കാണിക്കാൻ പോകുക എന്നൊരു പിരിമുറുക്കം തോന്നിയിരുന്നു. എന്നാലോ ഈ സീൻ ഇല്ലെങ്കിൽ ഇതൊരു ക്ലാസിക് സിനിമയായേനെ എന്നൊരു വാചകം ഞാൻ എവിടെയോ വായിച്ചത് ഓർമ്മിച്ച് അത് കാണണമെന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു. ചെറിയൊരു നെഞ്ചിടിപ്പോട് കൂടി തന്നെയാണ് ആ സീനുകൾ കണ്ടത്. എന്നാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെടാതിരിക്കാൻ ഈ സീൻ ഒരു കാരണമായതേ ഇല്ല. നല്ലൊരു സിനിമ. പെങ്ങൾ ആങ്ങളമാരുടെ മക്കൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് സമൂഹം പറയുന്നതെങ്കിലും ശാസ്ത്രീയമായി നോക്കിയാൽ ചേച്ചി അനിയത്തിമാരുടെയും ചേട്ടൻ അനിയന്മാരുടെയും മക്കൾ തമ്മിലുള്ള വിവാഹം മാത്രം എങ്ങനെയാണ് തെറ്റാകുന്നത്? ഇത് ശരിയാണെന്നല്ല, ഇത് ശരിയല്ലെങ്കിൽ ഇത്തരം വിവാഹങ്ങളും ഇതേപോലെ തന്നെ പെങ്ങൾ ആങ്ങളമാരുടെ മക്കൾ തമ്മിലുള്ള വിവാഹങ്ങളും ഒരുപോലെ തെറ്റല്ലേ? ഇനി നമുക്ക് ആ സിനിമയിലെ രംഗങ്ങൾ മറ്റൊരു രീതിയിൽ സങ്കല്പിച്ച് നോക്കാം. അതിലെ പയ്യൻ ബലപ്രയോഗത്തിലൂടെയാണ് ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും എന്ന് വിചാരിക്കുക. പെൺകുട്ടി അതിശക്തമായി പ്രതികരിച്ച് ഒഴിഞ്ഞു മാറുന്നു. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കാണ് പയ്യനെ കാണുമ്പോൾ വല്ലാത്ത മോഹം തോന്നി ശാരീരികമായി അടുക്കുന്നതെന്നും പയ്യൻ ഒഴിഞ്ഞു മാറുന്നുവെന്നും വിചാരിക്കുക. രണ്ടിലും സംഭവം ഉമ്മവെപ്പും കെട്ടിപ്പിടുത്തവും ഉടുപ്പിന്റെ കെട്ടഴിക്കുന്നതും വരെ എത്തി എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ സിനിമയിലെ യഥാർത്ഥ സീൻ കാണുമ്പോഴുള്ള അസ്വസ്ഥത ഈ ബലപ്രയോഗത്തിലും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവില്ല. കാരണം അവിടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല. സമൂഹത്തെ വെല്ലുവിളിച്ച് വിലക്കപ്പെട്ടവർ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നില്ല. ആ സ്നേഹം അല്ലെങ്കിൽ അത്തരമൊരു ആകർഷണം സ്വാഭാവികമാണെന്നുള്ള തെറ്റായ സന്ദേശം വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നു എന്ന് സമൂഹത്തിന് ആകുലപ്പെടേണ്ടി വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നാം, തെറ്റായ മാതൃക നൽകിയേക്കാം എന്നൊരു പേടി കൊണ്ടാണെങ്കിൽ ആ പയ്യൻ കസിനായ പെൺകുട്ടിയോട് ബലപ്രയോഗത്തിലൂടെ അടുക്കാൻ ശ്രമിക്കുന്നത് കാണിക്കുന്നതും തെറ്റായ മാതൃക തന്നെയല്ലേ? സത്യത്തിൽ അതെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിന് അതത്ര വലിയ തെറ്റല്ല. കാരണം രണ്ടാമത്തെ ബന്ധത്തിൽ, രണ്ടാമത് പറഞ്ഞതിൽ പരസ്പരം സ്നേഹിക്കുന്നതിൽ നിന്നും കിട്ടുന്ന സുഖവും സന്തോഷവും ബലപ്രയോഗത്തിലൂടെ രണ്ട് കുട്ടികൾക്കും കിട്ടുന്നില്ല. ഇതൊരു സത്യമാണ്. ഈ രണ്ട് അവസ്ഥകളും തമ്മിലുള്ള വ്യത്യാസത്തില് സത്യമാണത്. സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരാളുടെ സ്വാതന്ത്ര്യം പോലെ തന്നെ മനുഷ്യരെ അസൂയാലുക്കളാക്കുന്ന, രോഷാകുലരാക്കുന്ന ഒരു സംഗതിയാണ് സമൂഹം അംഗീകരിക്കാത്ത ബന്ധങ്ങളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുന്ന പരസ്പര സ്നേഹവും സുഖവും സന്തോഷവും. ഒരു ബസ്സിനുള്ളിൽ ഒരു പെൺകുട്ടിയെ ആരെങ്കിലും അവളുടെ സമ്മതമില്ലാതെ തോണ്ടുന്നതും തലോടുന്നതും കണ്ടാലും സമൂഹം സഹിക്കും. പക്ഷെ പരസ്പര സമ്മതത്തോടെ സ്നേഹിക്കുന്ന രണ്ടു പേർ ചേർന്നിരുന്ന് കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ക്രൂരതയും വയലൻസും സ്ക്രീനിലും യഥാർത്ഥ ജീവിതത്തിലും കണ്ടിരിക്കേണ്ടി വരുന്നത് സമൂഹത്തിന് വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് മാത്രമല്ല, അത് ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നൊരു ശീലമാണ് താനും. മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മയെ അടിക്കുന്നതിൽ ആർക്കും വലിയ രോഷമൊന്നുമില്ല, നാണക്കേടുമില്ല, കുറച്ച് സഹതാപം മാത്രം. എന്നാൽ മക്കളുടെ മുമ്പിൽ വെച്ച് അച്ഛൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്താൽ അത് നാണക്കേടാണ്. തന്തയ്ക്കും തള്ളയ്ക്കും സ്ഥലകാലബോധം ഇല്ലേ എന്നാവും ചോദ്യം. ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ ഒപ്പം ബീച്ചിൽ സമയം ചെലവിടുമ്പോൾ പിടിക്കപ്പെടുന്ന മകളേക്കാൾ ചില മാതാപിതാക്കൾക്ക്, ചില എന്നല്ല ഭൂരിഭാഗം മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ എല്ലാ മാതാപിതാക്കൾക്കും അഭികാമ്യം പ്രേമാഭ്യർത്ഥന നിരസിച്ചതിന് രണ്ട് കുത്തു കിട്ടിയ ആശുപത്രിയിൽ കിടക്കുന്ന മകളെയായിരിക്കും. കാരണം അവൾ തന്നിഷ്ടക്കാരിയല്ല, മാത്രമല്ല കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സവും കാത്തു സൂക്ഷിച്ചവളുമാണ്. വയലൻസിനേക്കാൾ സമൂഹം എപ്പോഴും പേടിക്കുന്നത് സ്നേഹത്തെയാണ്. ഒരാൾ രണ്ടാം വിവാഹം ചെയ്യുമ്പോൾ അത് മക്കൾ നിർബന്ധിച്ചുകൊണ്ടാണെന്ന് കൂട്ടിച്ചേർത്ത് പറയേണ്ടത് അത്യാവശ്യം.
കാരണം സ്വന്തം സുഖത്തിനു വേണ്ടി സ്വയം തീരുമാനമെടുക്കുന്നത് പാപമാണല്ലോ. വയസ്സുകാലത്തൊരു വിനോദയാത്ര പോകുമ്പോഴും ഈ മക്കളുടെ നിർബന്ധം എന്ന് എടുത്ത് പറയേണ്ടത് അനിവാര്യമാണ്. വിവാഹിതയും അമ്മയുമായ ഒരു സ്ത്രീ എന്ത് നേട്ടം കൈവരിച്ചാലും ഭർത്താവിന്റെ പങ്കിനെ പറ്റി ചോദിക്കേണ്ടതും അതിനനുസരിച്ചൊരു മറുപടി പറയേണ്ടതും നാട്ടുനടപ്പാണ്. അല്ലെങ്കിൽ അവൾ സ്വാർത്ഥയാണ്, അഹങ്കാരിയാണ്, കുടുംബസ്നേഹമില്ലാത്തവളാണ്. നമ്മൾ ഇന്ന് കാണുന്ന മുണ്ടും ബ്ലൗസും മാത്രം ഇട്ട് നടക്കുന്ന പ്രായമുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരവരുടെ കുട്ടിക്കാലം തൊട്ടേ അല്ലെങ്കിൽ കൗമാരം തൊട്ടേ തന്നെ ഈ മുട്ട് ജസ്റ്റ് കവർ ചെയ്യുന്ന നീളത്തിലുള്ള മുണ്ടും ക്ലീവേജ് കാണിക്കുന്ന ബ്ലൗസും ഇട്ടിട്ടാണ് ഏതൊരു പ്രായത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒക്കെ നടക്കുന്നത്. അവര് പോലും ഇന്നത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവതികൾ ചുരിദാറിനൊപ്പം ദുപ്പട്ട ഇടുന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കാരണം അവർ അന്നത്തെ നാട്ടുനടപ്പിനനുസരിച്ചാണ് വസ്ത്രം ചെയ്തിരിക്കുന്നത് എന്നും ആചാരങ്ങൾ തെറ്റിക്കാത്തവരാണെന്നും ഉള്ള അവരുടെ ആത്മവിശ്വാസത്തിൽ നിന്നാണ്. സത്യത്തിൽ അവരുടെ വസ്ത്രത്തെക്കാൾ എത്രയോ മാന്യമായതാണ് ഇന്നത്തെ പെൺകുട്ടികൾ ഇട്ട് നടക്കുന്ന ഡ്രസ്സ്. എങ്കിലും അവർക്കത് തെറ്റായി തോന്നുന്നത് അവരിട്ടിരുന്നത് സമൂഹം അംഗീകരിച്ച ഡ്രസ്സാണ്. ഇത് സമൂഹം അംഗീകരിക്കാത്തതാണ്. സമൂഹം ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം മാറുമറയ്ക്കാതെ നടന്നപ്പോൾ അതൊരു തെറ്റായിരുന്നില്ല. സമൂഹം ആവശ്യപ്പെടാത്ത ഈ നേരത്ത് സ്വന്തം ഇഷ്ടത്തിന് ശരീരം പ്രദർശിപ്പിച്ചാൽ അതൊരു തെറ്റാവുന്നത് പോലെ തന്നെ. 5 പേരുടെ ഭാര്യയായിരുന്ന പാഞ്ചാലി പഞ്ചകന്യകകളിൽ ഒരാളായിരിക്കുന്നത് അത് കുന്തിയുടെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ സ്വന്തം തീരുമാനത്തിനായിരുന്നു 5 പേരുടെ ഭാര്യയായി ജീവിച്ചതെങ്കിൽ പാഞ്ചാലി പിഴച്ചവളായേനെ. ആത്യന്തികമായി രണ്ടവസ്ഥയിലും ചെയ്യുന്നത് ഒരു കാര്യമാണെങ്കിലും. പാഞ്ചാലി പിന്നെ പഞ്ചകന്യകളിൽ മറ്റു 4 പേരായ അഹല്യ, കുന്തി, താര, മണ്ഡോദരി എന്നിവരിൽ അഹല്യ ഒഴികെ മറ്റു 4 പേരും ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നവരാണ്. എന്നിട്ടും അവർ വാഴ്ത്തപ്പെട്ടവരാകുന്നതും അവരുടെ പേരുകൾ ജപിക്കുന്നതിലൂടെ പാപം നീങ്ങിക്കിട്ടും എന്ന് വിശ്വസിക്കുന്നതിനും ഒരേ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവർ സ്വന്തം ഇഷ്ടത്തിനായിരുന്നില്ല മറ്റൊരാളെ കൂടി വരിച്ചത്. മറിച്ച് അമ്മായിയമ്മയുടെ ആഗ്രഹവും കുട്ടികളുണ്ടാവാത്ത ഭർത്താവ് നിർദ്ദേശിച്ചതും ശ്രീരാമൻ പറഞ്ഞതും ശിരസാ വഹിച്ച് ജീവിച്ച ഉത്തമ സ്ത്രീകൾ ആയതുകൊണ്ടാണ്. എന്താ അല്ലേ?